ഇത് കൊള്ളാമോ? പിന്നെ PTA മീറ്റിങ്ങിന് പോയിട്ട് എന്തായി? ഒന്നും പറഞ്ഞില്ലല്ലോ. PTA മീറ്റിങ്ങിന് പോയിട്ട് എന്താ? അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ ക്ലാസ്സില് ഫുൾ ടൈം കാര്യം പറഞ്ഞ അവന്റെ അച്ഛമ്മയുടെ കൂട്ട്. എല്ലാവരും കൂടെ എന്നെ എടുത്തിട്ട് കളിയാക്കുമായിരുന്നു എന്ന് ചെന്നിട്ട്. അമ്പാടിയുടെ ക്ലാസ് എല്ലാവർക്കും അനിയനും അനിയത്തിയോട് പോലും. എന്നിട്ട് എന്നോട് പറയാ, അമ്പാടിക്ക് 8 വയസ്സായി, ഒരു കൊച്ചും ഒരു അനിയനോ അനിയത്തിയോ എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ ഈ ഒറ്റയ്ക്ക് വളരുന്ന പിള്ളേർക്ക് ഭയങ്കര മൂശായിട്ടാണ്. ഞാൻ പറഞ്ഞില്ല, ടീച്ചർ പറഞ്ഞതാ. ഞാനത് ആലോചിക്കാതിരുന്നില്ല. ഒരു മോള് വേണം അല്ലേ? ആ ചേട്ടാ, അതാകുമ്പോ ഒരുക്കി കൊണ്ടൊക്കെ നടക്കാൻ നല്ല രസമായിരിക്കും. വേറെ പണിയൊന്നുമില്ല. ഞാൻ അടുത്ത വെച്ചു. അമ്മ എന്നെ പ്രസവിച്ച സിസേറിനില്ലായിരുന്നു, അടുത്തത് സിസേറിന്. സിസേറിന് 1 ലക്ഷം രൂപയാണ്. പിന്നെ 28 അതിനൊന്നും വേണം. സ്വർണത്തിനൊക്കെ എന്താ വില. പിന്നെ ബർത്ത്ഡേ, പഠിപ്പിക്കുന്ന ചെലവ്. എങ്ങാനും പെങ്കൊച്ചാണെങ്കിൽ 20 വർഷമാകുമ്പോ കെട്ടിച്ചു വിടണം. അവസാനം കടയാലും കൂടെ ആര് തീർക്കും? എന്റെ തലേ വരും. അതുകൊണ്ട് ആരും ഇവിടെ മറ്റൊരു കൊച്ചിനെ പറ്റി ചിന്തിക്കണ്ട. ടീച്ചർമാരൊക്കെ പലതും പറയും, അവരോടൊക്കെ പോകാൻ പറയും. എന്തിനാടി ഇനി വേറൊന്നും? ഈ ഒരു മുതല് പോരെ? അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. എൻ്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ച ബാധ്യത ഞാൻ ഇതുവരെയും തീർത്തിട്ടില്ല. ഇനി ഞാൻ ഉണ്ടാക്കുന്ന ബാധ്യത കൂടി അവന്റെ തലയിലോട്ട് വെച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ ആരെ ഒരുക്കിക്കൊണ്ട് നടക്കും? എടി, നിനക്കൊരുക്കാനില്ലൂടി ഇത്രയും സുന്ദരമായ ഒരു മുഖം ഇവിടെ ഉള്ളത്. നീ അവനെ ഒരുക്കിക്കൊണ്ട് നടക്ക്. അതും പോരെങ്കിൽ എന്നെ ഒരുക്കി. മരമോന്താ, എന്റെ കൂട്ടുകാർ 3-4 പിള്ളേരെ കൊണ്ട് നടക്കുന്ന കാണുമ്പോ എനിക്ക് കൊതിയാവുക. ഇവിടെ പ്രസവിക്കാൻ നിനക്ക് അത്രയ്ക്ക് കൊതിയോടി? മക്കള് പഠിച്ചോ? അച്ഛൻ ഒരു ബാധ്യത എന്റെ മോൻ ഉണ്ടാക്കി തരത്തില്ല. അഥവാ ഇനി വല്ലതും ബാധ്യത വന്നാൽ ഞാൻ അച്ഛൻ വരുമ്പോ അനുഭവിക്കും.